മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് അറിയാമോ? കൽക്കട്ട സർവകലാശാലയാണ്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ കൽക്കട്ട യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പറയുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല ഡൽഹി സർവകലാശാലയാണ്. ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഡൽഹി യൂണിവേഴ്സിറ്റി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അറിയാമോ? ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ഏഷ്യ. ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇറ്റ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിലൂടെ കോഴ്സുകൾ ആരംഭിച്ച ആദ്യത്തെ സർവകലാശാലയാണ് ആന്ധ്രാപ്രദേശ് സർവകലാശാല. വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് കോഴ്സസ് ത്രൂ ഇന്റർനെറ്റ് ഇൻ ഇന്ത്യ? ആൻസർ ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി ട്രൈബൽ സർവകലാശാല. സ്ഥിതി ചെയ്യുന്നത് അമർഖണ്ഡ് മധ്യപ്രദേശിലാണ്. ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇറ്റ് ലൊക്കേറ്റഡ് അറ്റ് അമർഖണ്ഡ് മധ്യപ്രദേശ്. അതുപോലെ ഇന്ത്യയിലെ പ്രതിരോധ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇവിടെയാണ് പ്രതിരോധ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗർഗവോൾ ഹരിയാന. ഗർഗവോൾ ഹരിയാന. ഫസ്റ്റ് ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഗർഗവോൾ ഹരിയാന. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി കോഴ്സുകൾ അനുവദിച്ച ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രീ കോഴ്സസ് ത്രൂ ഇന്റർനെറ്റ് ടു ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻറ്റ്? ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ റേഡിയോ ചാനൽ ഗ്യാൻവാണി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ ടെലിവിഷൻ ചാനൽ ഗ്യാൻ ദർശൻ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച റേഡിയോ ചാനൽ ഗ്യാൻവാണിയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഗ്യാൻ ദർശനുമാണ്. അതുപോലെ സ്വന്തമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് സർദാർ പട്ടേൽ സർവകലാശാല. അത് അഹമ്മദാബാദിലാണ്. അതുപോലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ആൻസർ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്. വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ആൻസർ അണ്ണാ യൂണിവേഴ്സിറ്റി. അത് അണ്ണാ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് തമിഴ്നാട്. കമ്മ്യൂണിറ്റി റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ നളന്ദ യൂണിവേഴ്സിറ്റി. ലൊക്കേറ്റഡ് അറ്റ് ബീഹാർ. രാജീവ് ഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ഭോപ്പാൽ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. എവിടെ സ്ഥിതി ചെയ്യുന്നു? ലക്നൗ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ലക്നൗ. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് തിരുവനന്തപുരം, ട്രിവാൻഡ്രം. ഡോക്ടർ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാൾ